ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് നോക്കിയ മക്കളെ. സൈക്ലോഹെക്സനോണിനെ KH പൊട്ടാഷ്യം ഹൈഡ്രൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഫോളോഡ് ബൈ മീഥൈൽ അയോഡൈഡ്, ബോത്ത് ഇൻ എക്സസ്. തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം കാർബോണൈൽ ഗ്രൂപ്പ് അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോ ഇവിടെ KH എന്ന് പറയുമ്പോൾ അതിൽ K+ഉം H- ഉണ്ട്. അപ്പൊ H- എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓൾസോ എ ബേസ്. ഓക്കെ, അപ്പൊ കാർബോണൈൽ ഗ്രൂപ്പ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ന്യൂക്ലിയോഫിലിക് അഡീഷനിലേക്ക് പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. H- ബേസിക് വർക്കാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. സോ നമുക്കറിയാം മക്കളെ, നമ്മുടെ സൈക്ലോഹെക്സനോണിനെ സംബന്ധിച്ച് നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ മെക്കാനിസം ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് ആൽഫ ഹൈഡ്രജൻ അസിഡിക് ആണ്. സോ ഈ കാർബണില്, അതായത് ഈ കാർബൺ ആൽഫ കാർബൺ, ഇതും ആൽഫ കാർബൺ, അതിൽ 2 വീത ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, അത് അസിഡിക് ആണ്. അതിൽ ഞാൻ ഒരെണ്ണത്തിനെ റീപ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ H- എന്ന് പറയുന്ന ബേസ് ഈ ആൽഫ ഹൈഡ്രജനെ ന്യൂട്രലൈസ് ചെയ്യുന്നു, ആൽഫയിൽ നിന്ന് H+നെ പിടിച്ചെടുക്കും. അപ്പൊ എന്താ സംഭവിക്കാം? കാർബാനയോൺ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഈ കാർബാനയോൺ ആണ് മീഥൈൽ അയോഡൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. മീഥൈൽ അയോഡൈഡ് എന്ന് പറഞ്ഞാൽ CS3I. അപ്പൊ എന്താ സംഭവിക്കുക? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. I- ലീവ് ചെയ്യുന്നു, പകരം CS3 അവിടെ ബോണ്ട് ചെയ്യും. ആ കാർബാനയോൺ പോയിട്ട് മീഥൈൽ അയോഡൈഡുമായിട്ട് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ H- എന്ന ബേസ് ന്യൂട്രലൈസസ് ആൽഫ ഹൈഡ്രജൻ ടു ഫോം കാർബാനയോൺ. ദാറ്റ് കാർബാനയോൺ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് അണ്ടർഗോസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആരുമായിട്ടാ? മീഥൈൽ അയോഡൈഡുമായിട്ട്. അയോഡൈഡിനെ റീപ്ലേസ് ചെയ്യുന്നു. അപ്പൊ എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? എന്താ ഉണ്ടാവുന്ന പ്രോഡക്റ്റ്? സൈക്ലോഹെക്സനോണിന്റെ ആൽഫ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. റെഡിയാണ്? ഇത് എക്സസ് എന്ന് പറഞ്ഞതുകൊണ്ട് മക്കളെ, എക്സസ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ സൈക്ലോഹെക്സനോണില് ഈ കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ആൻഡ് ഓൾ ഓഫ് ദം ഗെറ്റ് ന്യൂട്രലൈസ്ഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. റെഡിയാ? അപ്പൊ ദിസ് വിൽ ബി ദ ഫൈനൽ പ്രൊഡക്റ്റ്. റെഡിയാണോ? യെസ്. അപ്പൊ ഏതാ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ 3. ഓക്കെ.